വെച്ചതോ എത്രത്തോളം ചെയ്തോടെ താഴെയാണ് സ്ത്രീകൾക്ക് റെഡിയായി പോയല്ലോ, സ്ത്രീകൾക്ക് റെഡിയായി പോയല്ലോ. അത് പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നതല്ലേ, നമ്മൾ ആരെങ്കിലും വേണമല്ലേ. നീതി കിട്ടാത്ത പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പ്രതികരണമായിട്ടാണ് ഫിലിമിനെ കാണേണ്ടത്. നമ്മളെയൊക്കെ ചുറ്റും കാണുന്ന പല കാര്യങ്ങളിലും അതിന് അത് സംസാരിക്കേണ്ട വിഷയം തന്നെയായിരുന്നു അല്ലേ? നിങ്ങൾക്ക് എനിക്കങ്ങനെ കണക്ട് ചെയ്തു. തിയേറ്ററിൽ ഒരുപാട് കൈയടി വിടാൻ ഒരുപാട് നല്ല മൊമെന്റ്സ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ കൊടുക്കേണ്ട ഒരു മെസ്സേജാണ് പറയുന്നത്. നല്ലൊരു മെസ്സേജ് ആയിട്ടൊന്നും അല്ല, എങ്കിലും സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് സേതു പറഞ്ഞപ്പോൾ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ നമ്മളെല്ലാവരും സംസാരിക്കണം, അല്ലെങ്കിൽ ശ്രദ്ധ വേണമെന്ന് ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് എന്തായാലും സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, വളരെ ഗംഭീരമായിട്ടുണ്ട്, ഭയങ്കരമായിട്ട്. താങ്ക് യു. ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് തോന്നി. സ്ത്രീകൾ അങ്ങനെ റിയാക്ട് ചെയ്യുന്നു പറയും. ഹലോ, ഒരു ഇമോഷണലി കണക്ട് ഓക്കെ. ഇതാണ് സംവിധായകൻ, ചോദിച്ചോ. എന്താണ് കണ്ടിട്ട് നിങ്ങളാണല്ലോ അഭിപ്രായം പറയുന്നത്? താങ്ക് യു വെരി മച്ച്. പടം എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഇതുപോലെ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയത് എനിക്ക് ഭയങ്കര പ്രൗഡാണ്. ആസിഫിക്കയുടെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ആസിഫിക്ക വളരെ തന്മയത്വത്തോടു കൂടിയല്ലേ ആ ഒരു ക്യാരക്ടർ. ആസിഫിക്കയുടെ കണ്ണിലുണ്ട് അദ്ദേഹം എന്താണ് എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ മൂവ്മെൻറ്റും ഓരോ ഷോട്ടും അദ്ദേഹം ആ ഒരു കഥാപാത്രം ഉൾക്കൊണ്ട് തന്നെ സഹദേവൻ നമുക്ക് ആ നോക്കുമ്പോൾ സഹദേവനാണെന്നല്ല തന്നെ മനസ്സിലാവത്തുള്ളൂ. അത് ആസിഫിക്കയാണെന്ന് നമുക്കൊരിക്കലും തോന്നത്തില്ല. ശരിക്കും ഇത് സഹദേവനാണ്. ചർച്ച ചെയ്യപ്പെടേണ്ട സബ്ജക്റ്റ് തന്നെയാണ്. ചർച്ച ചെയ്യണം. അതുകൊണ്ട് സമൂഹം മാറണം. നമ്മൾക്ക് ഒരുപാട് മാറാനുണ്ട്. ഇത് ശരിക്കും ഒരു 4 വർഷം മുമ്പേ വരേണ്ട സിനിമയായിരുന്നു. അപ്പോൾ എന്തായാലും ഇപ്പോൾ വന്നു. അതുകൊണ്ട് ഒരുപാട് സന്തോഷം. എല്ലാവരും മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ജനങ്ങൾ. ഫാമിലി ആയിട്ട് തന്നെ എല്ലാവരും ധൈര്യമായിട്ട് വന്നിരുന്ന് കാണണം. എന്നാലേ അവർക്ക് മനസ്സിലാവുള്ളൂ. അച്ഛനും അമ്മയ്ക്കും നമ്മുടെ ചേച്ചിക്കും ചേട്ടനും ഒക്കെ പറഞ്ഞു കൊടുക്കട്ടെ. നമ്മളിത് പോയിട്ട് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാവുന്നത് എത്രത്തോളം അവർക്കത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അത് വന്നിരുന്ന് കാണണം. അപ്പോഴാണ് അവർക്കത് ഫീൽ ചെയ്യുള്ളൂ. മനസ്സിലായോ? വളരെ ഇമോഷണൽ ആയിട്ട് സീനുകളൊക്കെ എനിക്ക് ഇഷ്ടമായി. ശരിക്കും സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ് ഇതെന്നൊരു ഫീലിംഗ് ഉണ്ടോ? അതാണല്ലോ ചർച്ച ചെയ്തത്. ശരിക്കും ആസിഫിക്കയുടെ ചില സീനുകൾ കണ്ടപ്പോൾ നമുക്കും ഒന്ന് അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഒരു ഹാർട്ട് ട്രിക്ക് തന്നെ പറയല്ലേ ആസിഫിക്കയുടെ? അതെ. ശരിക്കും ഇങ്ങനത്തെ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റിയ ഒരാൾ തന്നെയെന്നൊരു തോന്നൽ. ചേട്ടൻ അടിപൊളിയായിരുന്നു. ഒരുപാട് ആ സീനൊക്കെ കണ്ടുകഴിയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ഇമോഷണൽ ആയിപ്പോയി. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. താങ്ക് യു. അപ്പോൾ ആ കഥാപാത്രത്തിലേക്ക് എത്തുമ്പോൾ സന്തോഷമുണ്ടോ? അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? മൂവി വളരെ ഇഷ്ടമായി. മൂവി ഒരു ഡിഫറെൻറ്റ് സബ്ജക്റ്റാണല്ലോ പറഞ്ഞത്. നമ്മൾ പറയാത്തൊരു സബ്ജക്റ്റാണ്. പക്ഷെ പറയാൻ പലരും ഇത് ശരിയാണല്ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ്. കണ്ടു കഴിയുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഇങ്ങനെയും ചെയ്യാൻ ഇതിങ്ങനെ നടക്കുന്നുണ്ട് നാട്ടിൽ അല്ലേ? ഇങ്ങനെ കണ്ടല്ലേ? ശരിയല്ലേ? ഇങ്ങനെ നടക്കുന്നില്ലേ? ആരെ കളിയാക്കാനൊന്നും അല്ല പറഞ്ഞത്. അത് സത്യമാണ്. അത് വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലയും നന്നായിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ തന്നെയാണ് അവർ കേൾക്കേണ്ടത്. ഇനി കാണാനുള്ള പ്രേക്ഷകരോടാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ടുണ്ട്. നല്ല ഒരു ഫാമിലി മൂഡിൽ കാണാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. പറയാത്തൊരു സബ്ജക്റ്റാണ്. നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. നല്ല ഫാസ്റ്റായിട്ട് കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ലതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല സ്ക്രിപ്റ്റിംഗ് ആണ്, പിന്നെ നല്ല എഡിറ്റിംഗ് ആണ്, നല്ല റീ റെക്കോർഡിംഗ് ആണ്, ഹ്യൂമറും ഉണ്ട് നന്നായിട്ട്.
എന്തിനാണ് നന്നായി ചെയ്തത്? അപ്പോൾ ആഭ്യന്തര കുറ്റവാളി എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ തിയേറ്ററിൽ പോയിട്ട് തന്നെ എല്ലാവരും കാണുക, വിജയിപ്പിക്കുക, നല്ല അഭിപ്രായങ്ങൾ പറയുക. ഓഡിയൻസ് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത്. ഫസ്റ്റ് ഷോ കഴിഞ്ഞതേ ഉള്ളൂ, അടുത്ത ഷോ കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. ആസിഫിക്കായിട്ടുള്ള നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര നന്നായിട്ട് നമ്മൾ എന്താ പറയുക, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് ഷൂട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നന്നായിട്ട്. പ്രേക്ഷകരോട് എല്ലാവരോടും ഇത് കാണണം, തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം. എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിലിമാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക, അഭിപ്രായങ്ങൾ പറയാം. താങ്ക് യു. ആസിഫ് അലി എന്ന നടൻ ഹരീസ് രേഷോന്റെ ഒക്കെ കോമഡി ട്രാക്ക് മാറ്റിയിട്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. സിനിമ വന്ന് തിയേറ്ററിൽ തന്നെ പുരുഷനും സ്ത്രീകളും കാണുക. അത്ര നല്ല മികച്ച ഒരു സിനിമയാണ് ഇത്. വിവാദ സിനിമയാണ് ഇത്. പുരുഷന്മാർക്ക് വേണ്ടി ചെയ്ത സിനിമ തന്നെയാണ്. പുരുഷന്മാരുടെ ഐക്യത എന്താണെന്നുള്ള സിനിമ തന്നെയാണ്. എല്ലാവരും കാണുക. സ്ത്രീകൾ കാണരുതെന്ന് ഞാൻ പറയില്ല, സ്ത്രീകൾ കാണുക. പുരുഷന്മാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുക. അത് ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പുരുഷൻ്റെ ഉള്ളിൽ അവൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. കൃത്യമായിട്ട് അജണ്ടയോടുകൂടി എടുത്ത സിനിമ തന്നെയാണ് ഇത്. വിവാദമാണ് സിനിമ. ആഭ്യന്തര കുറ്റവാളി. മെസ്സേജും കൂടി ആയിരിക്കാം. എല്ലാവരും ഒരുമിച്ച് അവരെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ആരും, ആണും പെണ്ണും, സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങളെ ആരും ബലി കൊടുക്കാതിരിക്കുക. അങ്ങനെ പറയാൻ പറ്റുമെന്നറിയാമല്ല. നല്ല അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ആൻഡ് സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരുടെയും വശം നന്നായിട്ട് കേൾക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു സമാധാനം. ആസിഫിൻ്റെ കൂടെ 9ാമത്തെ പടമാണ്. 9ാമത്തെ പടമാണ്. എല്ലാത്തിലും അമ്മവേഷമല്ല, പക്ഷെ 9 പടം ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ തൊട്ട് എല്ലാവരും ഫേവറേറ്റ്സ് തന്നെ. പക്ഷേ ആസിഫ് അലിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത് വളരെ സോഫ്റ്റായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസം എത്രയായാലും ഉണ്ട്. ഭയങ്കര ഒരുപാട് പ്രേക്ഷകരെല്ലാവരും കാണണം. സ്ത്രീയും പുരുഷനും എല്ലാ ഫാമിലിക്ക് ഏറ്റവും പറ്റിയൊരു സിനിമ. ഇത്രയും നാൾ കാത്തിരുന്നെങ്കിലും ഒരുപാട് സന്തോഷം തരുന്നൊരു സിനിമ. ഞാൻ ഭയങ്കര ഹാപ്പി. ആവേശം കൊണ്ടുണ്ടായതാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ആവേശത്തിന് ശേഷം ആദ്യം വന്ന സിനിമയാണിത് എനിക്ക്. ആൻഡ് ഒരുപാട് സിനിമ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാനിപ്പോൾ I Am Game ചെയ്തുകൊണ്ടിരിക്കുന്നു. അഭിലാഷം വന്നിട്ടുണ്ടായിരുന്നു. ഒരാളാണ്. അപ്പോൾ ആദ്യം തന്നെ ഡെബ്യൂട്ടായിട്ട് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയതിൽ എൻ്റെ ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ ചേട്ടനോട് ഭയങ്കര താങ്ക്സ് ഉണ്ട്. അദ്ദേഹമാണ് എന്നെ ഇതിൽ സെലക്ട് ചെയ്തത്. പിന്നെ ആസിക്ക നല്ലൊരു എന്താ പറയുക, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റാറായിരുന്നു. മാക്സിമം നമുക്ക് പെർഫോം ചെയ്യാനുള്ള സ്പേസ് ആസിക്ക തന്നിട്ടുണ്ട്. ഇനി ബാക്കി ഓഡിയൻസ് കണ്ടിട്ട് എന്താണ് റിസൾട്ട് പറയുന്നത്. ഹാപ്പിയാണ്. താങ്ക് യു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഞങ്ങളെ സ്നേഹം. എന്താ പറയണ്ടേ, ആഭ്യന്തര കുറ്റവാളിയുടെ ആദ്യത്തെ ഷോ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കാസ്റ്റ് ആൻഡ് ക്രൂ ഷോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ല അഭിപ്രായം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ബാക്കി പ്രേക്ഷകരുടെ അഭിപ്രായം അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നല്ലൊരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ഫാമിലി ഓഡിയൻസിനും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. അപ്പോൾ ഈ പെരുന്നാളിന് എല്ലാവരും ഫാമിലിയോടെ തന്നെ ഈ തിയേറ്ററിൽ ഈ സിനിമ പോയി കാണുക. എല്ലാവരുടെയും നല്ല പെർഫോമൻസാണ്. പ്രത്യേകിച്ച് ആസിഫിക്കയുടെയൊക്കെ നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എല്ലാവരും ഈ സിനിമ പോയി തിയേറ്ററിൽ തന്നെ പോയി കാണുക. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിയോട് ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുള്ളി ഭയങ്കരമായിട്ട് കംഫർട്ട് ചെയ്ത് നമ്മളെ കംഫർട്ടബിൾ ആക്കി നമ്മളെ. അപ്പോൾ ഭയങ്കര രസമുള്ളൊരു അനുഭവമായിരുന്നു. ഓഡിയൻസിൻ്റെ റിയാക്ഷൻ കണ്ടപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്തത്? ഞാൻ പറഞ്ഞില്ല, ഇത് കാസ്റ്റ് ആൻഡ് ക്രൂ ഷോ ആയിരുന്നു. അപ്പോൾ എന്നിട്ടും നല്ല റെസ്പോൺസ് വന്നെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഷോ കൂടെ കഴിയുമ്പോഴേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ഓഡിയൻസ് റെസ്പോൺസ് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ പിന്നിൽ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ 2-3 വട്ടമായിട്ട് ഇതിൻ്റെ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടാണെന്ന് നമുക്ക് റിലീസ് ഡേറ്റ്. അപ്പോൾ അതിൻ്റെ എന്തായിരുന്നു പ്രശ്നങ്ങൾ? അല്ല, അത് കുറച്ച് ലീഗൽ സംഭവങ്ങളായിരുന്നു. അപ്പോൾ അത് എന്തായാലും നമ്മുടെ ഭാഗത്തായിരുന്നു ശരി എന്നുള്ളത് അവസാനം സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. അപ്പോൾ അതായിരുന്നു കുറച്ച് താമസിച്ചു പോയത്. എന്തായാലും എല്ലാം നല്ലതിനെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഇപ്പോൾ നല്ല റെസ്പോൺസ് ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ പോട്ടെ. ഹാപ്പിയാണ്, എല്ലാം കൊണ്ട് ഹാപ്പിയാണ്. താങ്ക് യു. ശരിക്കും പറഞ്ഞാൽ ആണുങ്ങൾക്ക്
ഇപ്പോഴത്തെ തലമുറയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നീ കണ്ട അടിപൊളി. എനിക്ക് അത് മതി. ഇടണേ ആദ്യമായിട്ട് റിവ്യൂ പറഞ്ഞ അങ്ങോട്ട് തിരിച്ചു നമ്മൾ ഓപ്പണപ്പ് ആകണം, അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. യെസ്, നല്ല മൂവിയാണ്. പിന്നെ ഇതിൽ ഒരുപാട് ലെജൻഡറി ആക്ടേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്നെ പോലെയുള്ള കുറച്ച് പുതുമുഖങ്ങളും ഉണ്ട് ഇതിനകത്ത്. ഒരുപാട് പേർക്ക് അവസരം നൽകിയൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം.